ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ തജ്വീദുൽ ഖുർആൻ 2ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആനിലെ 12ാമത്തെ സൂറത്തായിട്ട് ഇവിടെ വന്നത് സൂറത്തുൽ ഹുമസയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ സൂറത്തുൽ ഹുമസയുടെ വോയിസ് ഉസ്താദ് ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. ഉസ്താദിന്റെ കൂടെ ആവർത്തിച്ച് ഓതി മനസ്സിലാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ യഹ്സബു അന്ന മാലഹു അഖ്ലദഹ كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. اوكي. ويل لكل همزة لمزة. ويل لكل همزة لمزة. കുറെ മുമ്പ് ഒരാൾ ഇങ്ങനെ ഓതുന്നത് കേട്ടു. വൈലുൽ ലികുല്ലി ഹുമസത്തിനിൽ ലുമസ. ഹുമസത്തിനിൽ ലുമസ. നോ അങ്ങനെ ഇല്ല കേട്ടോ. ഈ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് നാവൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ തന്നെയായിരുന്നോ, എങ്ങനെയായിരുന്നു ഓതിയിരുന്നത് എന്ന്. ഹുമസത്തിനിൽ ലുമസ അല്ല, ഹുമസത്തിൽ ലുമസ. ഇദ്ഗാംബില ഗുന്ന. എങ്ങനെ? വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ. الذي جمع مالا وعدده يحسب أن ماله أخلده. അവിടെ ആ മദ് ശ്രദ്ധിക്കണേ. യഹ്സബു ഹാ ശ്രദ്ധിക്കണേ. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമഹ. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമഹ വമാ അദ്റാക മൽ ഹുതമഹ. ഓക്കെ. وما أدراك ما الحطمة نار الله الموقدة. يعني نار الله الموقدة التي تطلع. എങ്ങനെ التي تطلع. പറ്റുമോ? തത്തലിഉ അത് പറ്റില്ല. തത്തലിഉ അലൽ അഫ്ഇദ. രണ്ട് ഐന് തത്തലിഉ അലൽ പോരെ, ശ്രദ്ധിക്കുക. ഇന്നഹാ അലൈഹിം മുഅ്സദ. എങ്ങനെ? ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. ഒപ്പം بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. അപ്പോൾ ഈ സൂറത്തുകളുടെ അവസാനങ്ങളിൽ ഹാത്താവും ഹാവും ഒക്കെയാണ് വന്നത് വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ ഉസ്താദ് വഖഫ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഹ്ലദ അങ്ങനെ ഹായിലേക്കാണ്. അപ്പോൾ
ഹുമസത്തിൽ ലുമസ, അവിടെയൊക്കെ ഹായിലേക്കാണ് വഖഫ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാവരും പഠിക്കാം. വഖഫ് ചെയ്യുന്നത് ഹായിൽ, അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നെക്ര വായിക്കാനുള്ള ഭാഗം. അപ്പോൾ ഇവിടെ എന്താ വന്നത്? വൈലുല്ലി കുല്ലി, വൈലുല്ലി കുല്ലി, ലുൽ മനസ്സിലാക്കുക. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ മാലം വദ്ദദ മാലഹു അഖ്ലദ മാലഹു അഖ്ലദ ലയുംബദന്ന അല്ലദീ തത്തലിഉ അല്ലദീ തത്തലിഉ അലൽ അഫ്ഇദ അലൈഹിം മുഅ്സദ അമദിം മുമദ്ദദ. അപ്പോൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് സൂറത്തിൽ അക്ഷരങ്ങൾ മനസ്സിലാക്കിയിട്ട് നോക്കി ഓതുക. സൂറത്തൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണാതെ പഠിക്കും. അപ്പം അതിൻ്റെ കൂടെ അക്ഷരം നോക്കി വായിച്ച് പഠിക്കുക. പിന്നെ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് സ ആണ് മനസ്സിലാക്കേണ്ടത്. സ സുർത്തുമുൽ മഖാബിർ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ വന്നു അല്ലേ. മവാസീനുഹു, അപ്പോൾ ഇവിടെ സ വന്നു. ജസാഉഹും ഇവിടെ വന്നു. മിനൽ മുസ്നി ഇവിടെ വന്നു. തനസ്സലുൽ മലായികത്തു സ. സുയ്യിന ലിന്നാസി സ. വസറാബിയു ഇവിടെ സ. വകുന്തും അസ്വാജ സ. ഖുദൂ സീനത്തുക്കും ഖുദൂ സീനത്തുക്കും സ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്യുക. താഴെ ഒരു സൂറത്ത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിലെത്ര സ ഉണ്ട്, ഇതൊക്കെ എക്സാമിന് വരും. ഇതേപോലെ തന്നെ വരല്. ഇതാ സുൽസിലത്തിലാർലു സുൽസാലഹ, ഇതിലെത്ര സ ഉണ്ട് എന്ന് എണ്ണിയിട്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ തരും. ഇവിടെ ചിലപ്പോൾ 6, 7, 8 ഓപ്ഷനുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എത്ര സ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുക. എന്നിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ സ, ഇവിടെ സ, ഇവിടെ റാ ഉണ്ട്. റായിന് അണ്ടർലൈൻ ചെയ്ത് പോയി എണ്ണി നോക്കിയാണ്ട് പരീക്ഷയ്ക്ക് തെറ്റിപ്പോവും. അപ്പോൾ സാഇന് മുകളിൽ പുള്ളി ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സ, ഇവിടെ സ. അതുപോലെ തന്നെയാണ് അലിഫ്. ഇതിലെത്ര അലിഫ് ഉണ്ട് എന്ന് എണ്ണാൻ മനസ്സിലാക്കണം. എവിടെയാണ്? 1, പിന്നെ എവിടെയാണ്? 2, 3. ഇവിടെ ലാമലിഫിൽ ഒരു അലിഫുണ്ട്. അപ്പോൾ ഇവിടെ 3, 4, ഹാ 5. അപ്പോൾ ഇവിടെ ഇതിൽ 5 അലിഫുണ്ട്. അപ്പോൾ അതൊക്കെ എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പഠിക്കണം കേട്ടോ. ലാമലിഫ് വന്നാൽ ഒരു അലിഫുണ്ട്, പിന്നെ നീട്ടാൻ വന്നാൽ ഒരു അലിഫുണ്ട്. ഇങ്ങനെ കാണുന്നത് മാത്രമല്ല അലിഫ്, ഇങ്ങനെ കാണുന്നത് മാത്രമല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് പഠിക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. പിന്നെ എവിടെ വന്നത്? എവിടെ വന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഞാനിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എവിടെയാണെന്ന് അപ്പം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളെവിടെയും കണ്ട് കാണാൻ അണ്ടർലൈൻ ചെയ്ത് ഇവിടെ നമുക്ക് നമ്പർ കൊണ്ട് എഴുതാം എണ്ണിയിട്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് സൂറത്തുൽ ഹുമസ മനസ്സിലാക്കേണ്ടത്? എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.